ആവേശത്തിന്റെ അലയൊലികൾ തീർത്ത 2014 ഫിഫ വേൾഡ് കപ്പ്. മെസ്സിയും മുള്ളറും റോഡ്രിക്സും നെയ്മറും സർവോപരി സുവാരസിന്റെ കടിയുമെല്ലാം കണ്ട ആവേശമുണ്ട് കേരളത്തിലെയും കൊച്ചു കൊച്ചു ക്ലബ്ബുകൾ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അത്തരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മത്സരം ഇവിടെ അവസാനിക്കുകയും ചെയ്തു. ആ മത്സരം അവസാനിച്ച സ്ഥലത്തു നിന്നും നമുക്ക് ആരംഭിക്കാം. മാപ്പാളി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രാഥമിക മത്സരം അവസാനിച്ചപ്പോൾ ചിറ്റാട്ടുകര 7 സ്റ്റാർസ് ടീം ഒറ്റ ഗോള് പോലും തിരിച്ചടിക്കാതെ 35 ഗോളുകൾ വഴങ്ങി കാക്കനാട് ബാഴ്സലോണ ടീമിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സരത്തിൽ വിജയിച്ച ടീമിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം തന്നെ 35 ഗോളുകൾ വഴങ്ങി പരാജയം ഏറ്റുവാങ്ങിയ ടീമിന് എല്ലാവിധ ആദരാഞ്ജലികളും. തോറ്റ ടീം ഗ്രൗണ്ടിൽ നിന്ന് അപശകുനമായി നിൽക്കാതെ എത്രയും പെട്ടെന്ന് മാറേണ്ടതാണ്. കേട്ടോ, ഒരു കളിക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളാരെയും കൊല്ലുവേ തല്ലുവേ കക്കുവേ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു കളിയാവുമ്പം ചിലപ്പോ തോക്കും, ശരിയല്ലേ? ശരിയാ, പക്ഷേ ഇങ്ങനെ തോക്കണ്ടായിരുന്നു. കളി തോക്കുന്നതൊക്കെ ഒരു പതിവാ. അത് തന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. പതിവാ നമുക്ക്, അവർക്ക് ജയിച്ച ശീലം. ഒരു കോച്ച് ഇങ്ങനെ തളർന്നാലോ? പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയല്ലേ? ഇതിനും വലിയ പരാജയങ്ങൾ ചിലപ്പോ ഇനിയും തേടി വരും. നമ്മൾ കുലുങ്ങരുത്, പാറ പോലെ നിൽക്കണം. അതേടാ, നീയൊക്കെ ഇങ്ങനെ കുലുങ്ങാതെ പാറ പോലെ നിന്നതുകൊണ്ടാ അവന്മാര് 34 തവണ നമ്മുടെ വല കുലുക്കിയത്. ഊത്രപ്പള്ളിക്കാവിലെ ജപിച്ച ചരട് കൈ കെട്ടാഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ കളി തോൽക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പൂച്ചയും വട്ടം ചാടി. എന്നാലും നമ്മള് കളി തോക്കാൻ കാരണം എന്തായിരിക്കും? അവന്മാര് ജയിച്ച്, അതല്ലാതെ ഒരു കാരണവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എതിരാളികളില്ലാതെ നീയൊക്കെ കളിച്ചാലും നമ്മൾ ജയിക്കൂല. ചിലപ്പോ ടൈയായേനെ. ഏയ്, തോക്കും. പിന്നെ ഒരു കാര്യമുണ്ടാ, ക്ലൈമറ്റ് ശരിയല്ലായിരുന്നു. കളി കണ്ടവര് പറഞ്ഞത് കോച്ചാണ് ശരിയല്ലാത്തെന്ന്. കോച്ച് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ടീമിന്റെ സ്പോൺസറും കൂടെയാ. ഗൾഫിൽ പോയി പൊരി വെയിലത്ത് പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ട് നിനക്കൊക്കെ പ്രാക്ടീസ്, ഫുഡ്, ജേഴ്സി, നാട്ടിലുള്ള എല്ലാ ജംഗ്ഷനിലും നിന്റെയൊക്കെ ഫ്ലക്സും വെച്ചിട്ട് അടിക്കാറുന്നില്ലടാ. ഒരെണ്ണം, ഒറ്റക്കൊരെണ്ണം, ഒന്ന്, ഒറ്റ, അതുപോലും. ഞാനൊരെണ്ണം അടിച്ചാർന്നു. ഒന്നല്ല, നീ 4 എണ്ണം അടിച്ചായിരുന്നു. അതാ നിന്റെ കാല് നിലത്തുറക്കാഞ്ഞത്. ഓടുവല്ലായിരുന്നല്ലോ, ഗ്രൗണ്ടിൽ കിടന്ന് എഴയുമല്ലായിരുന്നോ? ഏയ്, എഴയുമല്ലായിരുന്നു. ഞാൻ ഇത് നോക്കുമായിരുന്നു. എന്താ ഇത്? മാസ്റ്റർ പ്ലാൻ. കളി ജയിക്കാൻ 3 ദിവസം ഉറക്കം നിന്ന് ഞാനുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനാ ഇത്. വെറുതെ അല്ല നീ ഗ്രൗണ്ടിൽ നിന്ന് ഉറക്കം തൂങ്ങിയത്. എടാ, ഈ നശിച്ച പ്ലാൻ വരച്ച സമയത്ത് ആ ബോൾ എടുത്ത് 2 തട്ട് തട്ടിയിരുന്നെങ്കിൽ ഒരു ഗോളെങ്കിലും അടിക്കാറുന്നില്ലേടാ. ഒറ്റ ഒരെണ്ണം. സാറേ, ശവത്തെ കുത്തരുത് സാറേ. എന്ത് വർത്താനോ നീ പറയുന്നത്? നീ ഒരു ശവമാണെന്ന് ഞാൻ സമ്മതിക്കില്ല. പറയരുത്. സാറിനോട് ഇത്രയ്ക്കും ശവമാണെങ്കിൽ പോലും ഒരു ഗോൾ അടിച്ചേനടാ. ഒരെണ്ണം, ഒറ്റ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും കണ്ട് കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയിൽ ഒരാളും കൂട്ടിനു വേറെ. എന്നിങ്ങനെ കളിയാക്കണ്ട സാറേ. ആദ്യമായിട്ടാ ഇങ്ങനെ 34 ഗോള്. കഴിഞ്ഞ കളിക്ക് എത്ര ആയിരുന്നു? 48. അതിനു മുമ്പോ 51. 100 കിട്ടേണ്ടതായിരുന്നു. അപ്പോഴേക്കും മഴ വന്ന് കളി മാറ്റി വെച്ച്. ഹലോ, ഹലോടാ, ഇത് ഞാനാ.
അബുദാബിന്ന് റഫീഖ്. ആഹാ എടാ റഫീഖേ, എടാ റഫീഖ് അബുദാബിന്ന്. ഇതവനോട് പറയില്ലട്ടാ. നീയൊക്കെ പോയി ഫുട്ബോൾ കളിച്ചിട്ട് 34 ഗോളിന് തോറ്റു കേട്ടല്ല. നാണല്ലടാ നിനക്ക്. അല്ല റഫീഖേ, അത് ഏത് നിന്നോട് നിന്റെ അമ്മ പണ്ട പറഞ്ഞല്ല ഇങ്ങനെ ബോളും തട്ടി കളിച്ചെടുക്കാണ്ട് വല്ല കൂലിപ്പണിക്ക് പോവാൻ. എടാ നിനക്ക് എന്താണ് നാടിന്റെ ബലകളെന്നല്ല നീ. എടേ സുബൈദ, നീ അറിഞ്ഞില്ലേ നാട്ടിൽ നമ്മുടെ കൂട്ടുകാര് 34 ഗോളിന് തോറ്റത്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അതിനെപ്പറ്റി മാത്രമേ ചർച്ചയുള്ളൂ. റോങ് നമ്പർ ആണോ? നിനക്ക് കളിക്കാൻ അറിയാൻ പാടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന കൂലിപ്പണിക്കാരെ കൊണ്ട് കളിപ്പിക്കാറുന്നില്ലടാ. അതെ റഫീഖേ, ഞാനൊരു മരിച്ച വീട്ടിൽ നിൽക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കണം. ആ അവന്റെ വാപ്പ മയ്യത്തായപ്പോ പോലും ഗൾഫിൽ നിന്നൊരു കോള് വിളിക്കാതിരുന്നവന് ഇപ്പൊ IST വിളിച്ചു. പട്ടിയുടെ തെണ്ടിയുടെ മോൻ. എടാ ഈ ഗോള് മുഴുവൻ ഏറ്റു വാങ്ങുമ്പോ നമ്മുടെ ഗോളി എവിടെ പോയി കിടക്കുമായിരുന്നു? അവൻ അപ്പുറത്തെ ടീമിന്റെ ഗോളിയുടെ കൂടെ ചായ കുടിക്കാൻ പോയതല്ലേ. ബോൾ ആ പ്രദേശത്തേക്ക് എങ്ങും പോകാത്ത കാരണം അപ്പുറത്തെ ഗോളിക്ക് എന്തും കാണിക്കാം. നമ്മുടെ സ്ഥിതി അതായിരുന്നോ? ബോൾ ഫുൾ ടൈം നമ്മുടെ ഗോളി പോസ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലായിരുന്നോ? ഇത് ഞാൻ അവനോട് ചോദിച്ചാണെന്നേ, നീ എന്താ ബോൾ പിടിക്കാത്തെന്ന്. എന്നിട്ട് അവൻ പറയണേ ബോള് പിടിക്കാനല്ലേ വല കെട്ടിയേക്കണേന്ന്. റഫറി ചുവന്ന കാർഡ് കാണിച്ചോണ്ടാ, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഞാൻ അടിച്ചേനെ. നീ അയാളുടെ അമ്മയ്ക്ക് വിളിച്ചോണ്ടല്ലേ? അത് പിന്നെ അയാൾ എന്നെ തെറി പറഞ്ഞിട്ടല്ലേ. അയാൾ എന്ത് തെറി പറഞ്ഞു? ബോളിൽ എന്റെ കൈ കൊണ്ടപ്പോ അയാള് ഡി മോനെ എന്ന് പറഞ്ഞു. അയാള് പറഞ്ഞത് അതല്ല, പിന്നെ പെനാൽറ്റി ആടാ മോനേന്നാ. അയ്യോ സാറേ, ഈ 34 നമുക്ക് ശരിക്കും ഗോള് കിട്ടി. എന്നാലും അവസാനത്തെ 2 മിനിറ്റിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ശരിക്കും അവസാനത്തെ 2 മിനിറ്റിലൊക്കെ കളി മാറി പറഞ്ഞ ചരിത്രമുണ്ടേ. 34 തിരികെ അടിക്കണം, ഒരെണ്ണം കൂടുതലും അടിക്കണം. 2 മിനിറ്റ്. അതെ, ഇത്രയും നാറി നനഞ്ഞിട്ടോ ഇനി നിനക്ക് പ്രതീക്ഷ വേണോടാ? നിർത്തി, എല്ലാം നിർത്തി. ഇനി ഞാൻ ഈ ഫുട്ബോൾ കാലോട് തൊടൂല. അത് കളിച്ചപ്പോഴും തൊട്ടില്ലല്ലോ. അതല്ലെന്ന്, അടുത്ത ആഴ്ചത്തെ കല്യാണം. ഈ കളി തോറ്റ കാര്യം നാട്ടിൽ പാട്ടായ സ്ഥിതിക്ക് ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിനക്ക് എങ്ങനെയും നോക്കാം. നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ അവള് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവളുടെ അച്ഛനാണ്. ഹലോ ഹലോ. ആ ഹലോ പറയ്. കേക്കാവോ കേക്കാവോ? അച്ഛാ കേക്കാം. അയ്യേ എന്നെ അച്ഛനൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ അതൊക്കെ പണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. ആ പറയ്. നമ്മൾ നിശ്ചയിച്ച കല്യാണം ഉണ്ടല്ലോ. ആ ജലചേട്ടൻ പറയുന്നു. അവളിവിടെ ഉണ്ട്, അവളൊന്നും പറയുന്നില്ല. പിന്നെ ആ കല്യാണം നടക്കുകയല്ല. അതെന്താ? വേണ്ട, അതുകൊണ്ട് തന്നെ. അല്ല ഞാൻ കൂട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ആരോട് പറഞ്ഞാലേ? മകള് പറയുന്നതേ വല്ല ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത്. അല്ല, പക്ഷെ മകള് പറയുന്നത് വേണ്ടാന്നാ പറയുന്നത്. അതെന്താ കാര്യം? കാര്യമൊന്നുമില്ല. മകള് പറയുമ്പോ നമുക്ക് എതിർക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ല, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഈ കല്യാണം നടക്കുകയില്ല. വെക്കും. എന്റെ മകള് പറഞ്ഞു ഈ കല്യാണം നടക്കത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സാറ്, അവളുടെ അച്ഛൻ പറഞ്ഞു കേട്ടോ സാറ്, എന്റെ ചെറിയ വിവാഹം നടക്കൂലെന്ന്. അവക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്. ഞാൻ ഇന്നലെ കൂടെ 1 മണിക്കൂർ വിളിച്ചല്ലോ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് എന്ത് കുഴപ്പമോ സാറേ ഉള്ളത്? കുഴപ്പോ? ഞാൻ പറഞ്ഞുതരാം, നീ കരയണ്ട, സമാധാനിക്ക്. പറ. ഇപ്പൊ തന്നെ നിനക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടി, എന്നിട്ട് നീ അടിച്ചോ? ഇല്ല. നിനക്ക് അടിക്കാൻ പറ്റിയോ? ഇല്ല. ഇനി അടിക്കൂന്നൊരു പ്രതീക്ഷ ഉണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ അവൾക്ക് ആ പ്രതീക്ഷ ഇല്ല, അതാ പ്രശ്നം. മോഹഭംഗ